ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡോനറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റിലാണ് ഇത് കഴിക്കാൻ തന്നെ. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കുന്നത് എന്ന് നോക്കാം. അതിന് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയാണിത്. ഇത് കൂടി ചേർക്കാം. അതിനുശേഷം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണിത്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്തെടുത്താലും മതി. ഇത് കൂടി ചേർത്തെടുക്കാം. ഇത് ചേർത്തെടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പാൽപ്പൊടി ചേർക്കുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഒരു മുട്ടയും പിന്നെ ഈസ്റ്റും ചേർത്ത് പിന്നെ ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ കൂടി ചേർക്കാം കേട്ടോ. ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, അപ്പോൾ ഇതുപോലെ ആണ് ചേർത്തെടുക്കുന്നത്. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറേശ്ശെ പാൽ ചേർത്ത് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. ഒന്നിച്ച് പാൽ ചേർത്താൽ എത്ര പാൽ വേണ്ടി വരും എന്നറിയില്ല. അപ്പോൾ കുറച്ച് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലൊരു പരുവമാവുന്നത് വരെ ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു പരുവം ആവുന്നത് വരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ച് വച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ, അതൊന്ന് പൊങ്ങി കിട്ടുന്നത് വരെ. അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് തടവിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതൊന്ന് അടച്ച് വെച്ചോ അല്ലെങ്കിൽ റാപ്പർ ഉപയോഗിച്ചൊന്ന് റാപ്പ് ചെയ്ത് വെച്ചൊന്ന് ഒരു 2 മണിക്കൂർ നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കട്ടെ. നല്ല ചൂടുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാവ് പൊങ്ങി കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊരു 2 മണിക്കൂർ നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ 2 മണിക്കൂറിന് ശേഷമാണ് ഇട്ടത് നന്നായിട്ട് ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി ഒന്ന് കുഴച്ചെടുക്കാം. ഈ പൊങ്ങി വന്നൊക്കെ ഒന്ന് ഇതൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്കൊരു ചപ്പാത്തി പലകയിൽ കുറച്ച് മൈദ പൊടി തൂവിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അധികം കട്ടിയിൽ പരത്തണ്ട കേട്ടോ, എന്നാൽ പറ്റ തിങ്ങായിട്ട് പരത്തണ്ട. എന്നിട്ട് ഇതുപോലൊരു കട്ടറോ അല്ലെങ്കിൽ ഒരു അടപ്പോ ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരു വലിയൊരു കട്ടറും അതുപോലെ തന്നെ ഒരു കുപ്പിയുടെ അടപ്പുമാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. ഇതിൻ്റെ ബാക്കിയുള്ളതൊന്നും കളയൊന്നും വേണ്ട കേട്ടോ. ഇതൊക്കെ ഉപയോഗിച്ച് കുഴച്ചിട്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. വളരെ ഈസിയാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ. പിന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ കുട്ടികൾക്ക് വീട്ടിൽ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനും പറ്റുന്ന ഇതാണ്. അപ്പോൾ ഇതിങ്ങനെ ആക്കി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. എന്നിട്ട് വേണം നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെളിച്ചെണ്ണയിലോ ഒന്നും ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. സൺഫ്ലവർ ഓയിലിൽ ഇട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതുപോലെ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഗോൾഡൻ ബ്രൗൺ നിറമാവുമ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു കളറാണ് കേട്ടോ, മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കണം. നമുക്ക് ചോക്ലേറ്റ് കുറച്ച് ഗ്രേറ്റ് ചെയ്തതാണിത്. ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കട്ടെ. വൈറ്റ് ചോക്ലേറ്റ് ഒരു 1/2 കപ്പോളം വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട്. ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഡബിൾ ബോയിൽ മെത്തേഡാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു പരുവത്തിലായി വരുമ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റിയെടുക്കാം.
പിന്നെ അതുപോലെ തന്നെ 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ആണിത്. ഇതും ഇതുപോലെ തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെപ്പോഴും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചോക്ലേറ്റ് എടുക്കരുത്. അപ്പോൾ അത് മെൽറ്റായി കിട്ടൂല കേട്ടോ. അപ്പോൾ ഇനി ഓരോ ഡോണറ്റും ഇപ്പോൾ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ഡോണറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കാം. അപ്പോൾ ഓരോ ഡോണറ്റും ഇതുപോലെ 1/4 ഭാഗത്തോളം ഇതിലൊന്ന് മുക്കിയെടുക്കണം. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാനിതുപോലെ മുക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സുഗർ ബോൾസ് ഇട്ട് കൊടുക്കാം. കളർ സുഗർ ബോൾസ് ഇടുമ്പോഴാണ് ഒരു കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭംഗിക്കനുസരിച്ചൊക്കെ ഡെക്കറേഷൻ ചെയ്തെടുക്കുക. പിന്നെ ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഡോനറ്റ് ഇവിടെ റെഡി ആയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാകുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇനി അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അപ്പോൾ അസ്സലാമു അലൈക്കും.